ധനമന്ത്രി ഡൽഹിയിലെന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരുണ്ട്. അങ്ങനെയുള്ളവരാരും പങ്കെടുത്തില്ല. ചർച്ച തുടങ്ങിയപ്പോഴാണ് അതീവ രസാവഹമായ ഒരു നിർദ്ദേശം ഈ കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് പങ്കെടുത്തവരുടെ നാക്കിലൂടെ വരുന്നത്. അവർ പറയാണ്, കേരളത്തിന് കൊടുക്കേണ്ട പണം അത് ഇപ്പം ഞങ്ങൾ കൊടുക്കാം, പക്ഷേ നിങ്ങളെ കേസ് പിൻവലിച്ചാൽ ആ പണം തരാം. ഏത് പണമാണത്? ഈ മാസം കേന്ദ്രം കേരളത്തിന് നൽകാൻ സ്വാഭാവികമായും നൽകേണ്ട പണം. അത് കേരളത്തിന് അവകാശപ്പെട്ട പണമാണ്, മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും അവകാശപ്പെട്ട പണമാണ്. ഇതിനല്ല നാം കേസിന് പോയത്. നാം കേസിന് പോയത് എന്താണ് സ്വീകരിച്ച സമീപനം? ഈ സമീപനത്തിൻ്റെ ഭാഗമായി കേരളത്തിന് മൊത്തം എത്ര തുക നഷ്ടമായി? കേരളത്തിന് ലഭിക്കേണ്ടിയിരുന്ന 1,07,500 കോടിയിൽ പരം രൂപയാണ് ഈ മൊത്തം കാലയളവിൽ കേരളത്തിന് നഷ്ടമായിട്ടുള്ളത്. അതാണ് സുപ്രീം കോടതിയുടെ മുൻപാകെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഭാഗം. അതൊരു ഭാഗം. വേറൊരു ഭാഗം ഇപ്പോൾ നൽകേണ്ടതും എന്നാൽ നൽകിയിട്ടില്ലാത്തതുമായ പണമുണ്ട്. അത് 2-3 ഇനങ്ങളിലുണ്ട്. ആ ഭാഗവും ഇതിൻ്റെ കൂടെ പറയുകയാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ഭാഗമാണ് ചർച്ച ചെയ്ത് ആ നൽകേണ്ട പണത്തിൽ അത് മുഴുവനായിട്ട് നൽകുകയോ അതിനെന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ആ പ്രയാസം പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇത്ര നൽകാം, പിന്നീട് ഇത്ര നൽകാം എന്ന തരത്തിൽ പറയുകയോ, ആ രീതിയിലുള്ള സമീപനം കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കേണ്ടത്. പക്ഷേ ആ പണത്തെക്കുറിച്ച് ശബ്ദിക്കുന്നേയില്ല. ഈ കേസിൻ്റെ ഭാഗമേ അല്ലാത്ത സാധാരണഗതിയിൽ സംസ്ഥാനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കേണ്ട പണമുണ്ട്. ആ പണമാണ് ഈ മാസം ലഭിക്കേണ്ട പണം. ആ പണം ഞങ്ങൾ തരണമെങ്കിൽ ഈ കേസ് പിൻവലിക്കണമെന്നാണ് പറയുന്നത്.